നമ്മൾ പണ്ടത്തെ പഠനങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ സെൽഫിഷ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ആരാണോ അവരാണ് സർവൈവ് ചെയ്ത് വന്നതെന്നുള്ളതാണ് പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റിച്ചാർഡ് ഡോക്കിൻസിനൊക്കെ ശേഷം അയാളൊരു എവല്യൂഷണറി ബയോളജിസ്റ്റാണ്. അയാൾക്കൊക്കെ ശേഷം ഒരു പഠനത്തിൽ മനസ്സിലാക്കി സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരല്ല, ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത സൊസൈറ്റീസാണ് ഇവോൾവ് ആയി വന്നതെന്നുള്ളത് മനസ്സിലാക്കി. ഇതിനെയാണ് കിൻ സെലക്ഷൻ എന്ന് പറയാം. എത്തിക്സ് ആദ്യം ഒരു ഹണ്ടർ ഗ്യാദർ സൊസൈറ്റിയിൽ ഡെവലപ്പ് ആയത് കിൻ സെലക്ഷനിലൂടെയാണ്. കിൻ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കെയർ ഓഫ് അവർ ഓൺ, നമ്മളുടെ എന്താണോ അതിനെ കെയർ ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു ലൈഫ് കളഞ്ഞിട്ട് എനിക്ക് എൻ്റെ 8 കസിൻസിനെയോ എൻ്റെ മക്കളെയോ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ജീൻസ് അവിടെ പാസ് ചെയ്ത് പോകും. ഈ തോട്ടിൽ നിന്നാണ് കിൻ സെലക്ഷൻ എമർജ് ചെയ്തത്. അങ്ങനെയാണ് ഈ കെയർ ഓഫ് അവർ ഓൺ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നത്. അത് പതുക്കെ പതുക്കെ ഇവോൾവ് ആയി റെസിപ്രോക്കൽ അൾട്രൂയിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എൻ്റെ പുറം ചൊറിഞ്ഞു തന്നാൽ ഞാൻ നിനക്ക് നിൻ്റെ പുറം ചൊറിഞ്ഞു തരാം. ഇതാണ് റെസിപ്രോക്കൽ അൾട്രൂയിസം. നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്താൽ നീ എനിക്ക് തിരിച്ച് ഹെൽപ്പ് ചെയ്യണം. ഹണ്ടർ ഗ്യാദർ സൊസൈറ്റിയിൽ ഒരാൾ ഒരു വലിയൊരു മെമലിനെ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഫുഡ് എല്ലാവർക്കും ഈക്വലി ഷെയർ ചെയ്യുന്നത് ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ്. നാളെ ഭാവിയിൽ എനിക്ക് ഹണ്ടിങ്ങിനൊന്നും കിട്ടിയില്ലെങ്കിലും വേറൊരാൾ ഇതേപോലെ ഒരു മാമലിനെ കൊണ്ടുവരുമ്പോൾ അത് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു കോൺട്രാക്റ്റാണ് അവിടെ ബിൽഡായി വന്നത്. അങ്ങനെയാണ് ഈ റെസിപ്രോക്കൽ ആൾട്രൂയിസം ബിൽഡായി വന്നത്.